ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ലംപി സ്കിൻ ഡിസീസ്, സെക്ഷൻ 144 ഓഫ് IPC, ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ്, ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾസ് ഇൻ ഇന്ത്യ, ഏറ്റവും അവസാനം പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് ഐസ്ലാൻഡ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലംപി സ്കിൻ ഡിസീസിനെ കുറിച്ചാണ്. ഈ ലംപി സ്കിൻ ഡിസീസ് എന്ന് പറയുന്നത് സാധാരണ കാറ്റിൽസിനെയും അതുപോലെ തന്നെ വാട്ടർ ബഫലോനെയൊക്കെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസാണ് ലംപി സ്കിൻ ഡിസീസ് വൈറസ്, അല്ലെങ്കിൽ LSDV എന്ന് പറയുന്ന വൈറസ് കാരണമാണ് ഈ ഡിസീസ് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നോർമലി കാറ്റിലിനെയും അതുപോലെ തന്നെ വാട്ടർ ബഫലോനെയാണ് ഇത് ബാധിക്കുക. അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ കണക്കുകൾ അനുസരിച്ച് ഈ ലംപി സ്കിൻ ഡിസീസിന്റെ മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ ഈ അസുഖം വന്നത് കാരണം മരണപ്പെടുന്ന മൃഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ലെസ് ദാൻ 10% ആണ്. അതായത് 100 കാറ്റിൽസിന് അല്ലെങ്കിൽ വാട്ടർ ബഫലോസിന് ഈ അസുഖം വരുന്ന സമയത്ത് ഇത് കാരണം മരണപ്പെടുന്ന ജീവികളുടെ എണ്ണം എന്ന് പറയുന്നത് ലെസ് ദാൻ 10 ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇത്തരത്തിലുള്ള ഈ ലംപി സ്കിൻ ഡിസീസ് ആദ്യമായിട്ട് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സാംബിയയിലാണ്. ഇതിന്റെ ഫസ്റ്റത്തെ ഔട്ട്ബ്രേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അത് ഇനീഷ്യലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇത് പോയിസണിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻസെക്ട്സോ ഒക്കെ ബൈറ്റ് ചെയ്യുന്നത് കാരണം ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ ആയിരിക്കുമെന്നാണ്. പിന്നീടാണ് ഇത് വൈറൽ ഡിസീസ് ആണെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. ഇനി ഈ പറയുന്ന ലംപി സ്കിൻ ഡിസീസ് മൃഗങ്ങളിൽ നിന്ന് മറ്റുള്ള മൃഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഒരു കാറ്റിൽ നിന്ന് മറ്റൊരു കാറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഇത്തരത്തിൽ ഈ അസുഖം ബാധിച്ചിട്ടുള്ള കാറ്റിലിനെ കടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇതിനെ ബൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വെക്ടർ, ഇപ്പോൾ മോസ്കിറ്റോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള ഫ്ലൈസ് ഒക്കെ ഈ അസുഖം വന്ന ജീവിയെ കടിച്ചിട്ട് ആ സെയിം വെക്ടർ തന്നെ മറ്റൊരു ജീവനെ കടിക്കുമ്പോഴാണ് ഈ അസുഖം സ്പ്രെഡ് ആവുന്നത്. ഇനി ഈ ലംപി സ്കിൻ ഡിസീസിന്റെ പ്രൈമറി സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഫീവർ, അതുപോലെ തന്നെ ഡിസ്ചാർജ് ഫ്രം ഐസ് ആൻഡ് നോസ്, അതുപോലെ തന്നെ ഡ്രൂളിങ്, ബ്ലിസ്റ്റേഴ്സ് ഓൺ ദി സ്കിന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ പ്രൈമറി സിംറ്റംസ് ആയിട്ട്, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അസുഖം വരുന്ന അനിമൽസിന് ഈ പറയുന്ന ഭക്ഷണത്തിനോടുള്ള താല്പര്യം ഇല്ലാതാവും, അതായത് അപ്പറ്റൈറ്റ് ഇല്ലാതാവും. അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിഫിക്കൽട്ടീസ് വരാം. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ വലിയ രീതിയിൽ റെഡ്യൂസ് ചെയ്യപ്പെടാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. ഇനി ഇന്ത്യയിൽ ഈ ലംപി സ്കിൻ ഡിസീസിന് മാത്രമായിട്ട് ആസ് ഒരു വാക്സിനേഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നിലവിലുള്ള ഗോട്ട് പോക്സ് വാക്സിനും അതുപോലെ തന്നെ ഷീപ്പ് പോക്സ് വാക്സിനും ഒക്കെയാണ് സാധാരണഗതിയിൽ ലംപി സ്കിൻ ഡിസീസിനുള്ള ഒരു പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ അതിനുള്ള വാക്സിനേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്ഷൻ 144 ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡാണ്. ഇതിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് മണിപ്പൂരിൽ നടക്കുന്ന ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ്. ഈ പറയുന്ന സെക്ഷൻ 144 ഓഫ് IPCക്കകത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള ഡെഡ്ലി വെപ്പൺസ് അല്ലെങ്കിൽ ഒരു വെപ്പൺ ഓഫ് ഒഫൻസ് ഒക്കെ, അതായത് ഒരാളുടെ മരണത്തിനൊക്കെ കാരണമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെപ്പൺസ് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അൺലോഫുൾ അസംബ്ലിയുടെ ഭാഗമായി കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റിനെ കുറിച്ചാണ് 144 ഓഫ് IPC പറയുന്നത്. ഇതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ്, പക്ഷെ അതേസമയം ഒരു ബെയിലബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസും കൂടിയാണ്. അപ്പൊ അതിനുള്ള പരമാവധി ശിക്ഷയായിട്ട് പറയുന്നത് മാക്സിമം ഒരു 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം. അതുപോലെ തന്നെ അതിന്റെ കൂടെ പിഴ ശിക്ഷയും ഈടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ സെക്ഷൻ 144 ഓഫ് IPCക്കകത്ത് പറയുന്നത്. ഇതൊരിക്കലും CRPCക്കകത്തുള്ള 144 ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. CRPCയിലെ 144 എന്ന് പറയുന്നത് നമ്മുടെ ഈ കർഫ്യൂ ഡിക്ലെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് സിമിലർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് അതിനകത്ത് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ റീസെന്റ് ഈ പ്രതിപക്ഷ MP മാരെ, അതായത് ഇപ്പോൾ ലോക്സഭയിൽ നടന്നിട്ടുണ്ടായിരുന്ന ആക്രമണ സംഭവങ്ങളിൽ ഹോം മിനിസ്റ്ററുടെ പ്രസ്താവന സഭയിൽ നടത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സഭയിൽ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ സഭയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്ന പ്രതിപക്ഷത്തു നിന്നുള്ള ഏകദേശം 100-ൽ കൂടുതലോളം MP മാരെ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സസ്പെൻഷന്റെ കോണ്ടെക്സ്റ്റിലാണ് ഈ MP മാരുടെ സസ്പെൻഷനെ കുറിച്ചും ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ MP മാരുടെ സസ്പെൻഷന്റെ കേസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, MP മാരെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം അതത് സഭകളിലെ സഭാധ്യക്ഷന്മാർക്കാണ്. അപ്പൊ ലോക്സഭയുടെ കേസിലാണെങ്കിൽ ലോക്സഭാ സ്പീക്കർക്കും, രാജ്യസഭയുടെ കേസിലാണെങ്കിൽ രാജ്യസഭാ ചെയർമാനുമാണ് ഇതിനുള്ള അധികാരമുള്ളത്. അപ്പൊ ഈ ലോക്സഭയുടെ ഒക്കെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ആൻഡ് കണ്ടക്ട് ഓഫ് ബിസിനസിനകത്താണ് ഈ സസ്പെൻഷനെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തോ നിയമങ്ങളിലോ MP മാരുടെ സസ്പെൻഷനെ കുറിച്ച് പറയുന്നില്ല, അവരുടെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. സസ്പെൻഷനെ കുറിച്ച് പറയുന്നത് അതത് സഭകളുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിനകത്താണ്, അല്ലെങ്കിൽ അവരുടെ നടപടിക്രമങ്ങളിലാണ്. അപ്പൊ നമ്മൾ ലോക്സഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 തരത്തിലുള്ള സസ്പെൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് വിഡ്രോവൽ ഓഫ് മെമ്പർ ആണ്. അതായത് ഒരു സ്പീക്കറുടെ അഭിപ്രായത്തിൽ ഒരു മെമ്പർ ഓഫ് ദി അസംബ്ലി അല്ലെങ്കിൽ ലോക്സഭയിലെ ഒരു മെമ്പർ വളരെയധികം ഗ്രോസ്ലി ഡിസോർഡർലി ആയിട്ട് ബിഹേവ് ചെയ്യുകയോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സഭാംഗത്തോട് സഭയിൽ നിന്ന് പിന്മാറാൻ ഈ സ്പീക്കർക്ക് ആവശ്യപ്പെടാൻ പറ്റും. പിന്മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സിറ്റിംഗിൽ പിന്നീട് ആ മെമ്പർക്ക് ഹാജരാവാൻ പറ്റില്ല. സോ ദാറ്റ് മീൻസ് ആ ദിവസത്തേക്ക് ആ മെമ്പറെ സസ്പെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്പീക്കറുടെ ചെയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പീക്കറാണ്. സ്പീക്കറുടെ അധികാരത്തിനെ ഡിസ്റിഗാർഡ് ചെയ്യുക, സ്പീക്കറുടെ സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അധികാരത്തിനെ ഡിസ്റിഗാർഡ് ചെയ്യുക, അല്ലെങ്കിൽ സഭയുടെ റൂൾസിനെ അബ്യൂസ് ചെയ്യുക. എങ്ങനെ? ഈ സഭയുടെ ബിസിനസിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് മനഃപൂർവ്വം ഈ പറയുന്ന സഭയുടെ നടത്തിപ്പിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സഭയുടെ റൂൾസിനെ ഡിസൊബേ ചെയ്യുക അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സഭയിലെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ട്. അപ്പൊ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് മേ ബി ഏതാനും സിറ്റിങ്ങുകളിലേക്കാവാം, മാക്സിമം ആ സഭയുടെ എൻറ്റയർ സെഷനിലേക്ക് അല്ലെങ്കിൽ ആ റിമൈനിങ് ടേം ഓഫ് സെഷനിലേക്ക് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് ഓഫ് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ ആണ്. ഓട്ടോമാറ്റിക് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെമ്പർ ഡിസോർഡർലി വലിയ രീതിയിലുള്ള ഗ്രേവ് ഡിസോർഡർ കാണിക്കുകയാണെങ്കിൽ, ഗ്രേവ് ഡിസോർഡർ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുക, അല്ലെങ്കിൽ സഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ അബ്യൂസ് ചെയ്യുക, അതുപോലെ തന്നെ വിൽഫുള്ളി ഒബ്സ്ട്രക്റ്റിംഗ് ദ ബിസിനസ്, അതായത് സഭയുടെ നടത്തിപ്പിനെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ സ്ലോഗൻസ് അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് സ്പീക്കർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ആ സഭയിലെ ആ മെമ്പർ ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും. അതിനെയാണ് ഓട്ടോമാറ്റിക് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇനി സഭാംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 102 പാർലമെന്റ് അംഗങ്ങളുടെ ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 102 അനുസരിച്ച് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു കോമ്പിറ്റന്റ് കോർട്ട് ഒരാളെ അൺസൗണ്ട് മൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആളായിട്ട് ഡിക്ലെയർ ചെയ്യുക, അതുപോലെ തന്നെ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെന്റ് ആയിട്ട് ഒരു കോമ്പിറ്റന്റ് കോർട്ട് പ്രഖ്യാപിക്കുക, അതുപോലെ ഒരു മെമ്പർ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പേരിൽ സഭാംഗങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇത് കൂടാതെ ഇന്ത്യൻ പാർലമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന സഭാംഗങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് 1951 പാസ്സാക്കിയിട്ടുള്ള റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ സഭാംഗങ്ങളെ സഭാംഗങ്ങളെ സഭയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ അംഗത്വം റദ്ദാക്കാൻ പറ്റും മനസ്സിലാക്കുക. അപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിനകത്ത് പറഞ്ഞിട്ടുള്ള അവർക്കുള്ള അഡീഷണൽ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ഷൻ ഒഫൻസസ്, അതുപോലെ തന്നെ കറപ്റ്റ് പ്രാക്ടീസസ്, ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുക. രണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫൻസിനകത്ത് 2 വർഷമോ അതിൽ കൂടുതലോ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള തടവ് ശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെടുക. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഒക്കെ കേസിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഇത്തരത്തിൽ 2 വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ശിക്ഷാ കാലാവധി പ്ലസ് ഒരു 6 വർഷം കൂടെ ഇവർക്ക് പിന്നീട് സഭാംഗമായിരിക്കാൻ പറ്റില്ല. ഇപ്പൊ 2 വർഷത്തേക്കാണ് ഒരു എംപിനെ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിക്കുന്നതെങ്കിൽ 8 വർഷത്തേക്ക്, അതായത് ഈ 2 വർഷത്തെ തടവ് ശിക്ഷ പ്ലസ് ഒരു 6 വർഷം, ദാറ്റ് മീൻസ് മൊത്തത്തിൽ 8 വർഷത്തേക്ക് ഇവർക്ക് പിന്നീട് സഭാംഗമായിരിക്കാൻ പറ്റില്ല. പക്ഷെ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കേസിൽ ഇത് അപ്ലിക്കബിൾ അല്ല. കാരണം പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഒരു കുറ്റം ചെയ്തതിനുള്ള ശിക്ഷയല്ല, ഒരു കുറ്റം ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ഇത് അപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വിവിധ തരത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ വിവിധ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഇടയിൽ ശത്രുത വളർത്താൻ ശ്രമിച്ചതിന്റെ പേരിലോ അല്ലെങ്കിൽ കൈക്കൂലിയുടെ പേരിൽ, ബ്രൈബറിയുടെ പേരിലോ കോടതി ശിക്ഷിക്കുക. ഇതും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അത് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ക്രൈംസ്, സാമൂഹിക തിന്മകൾ അല്ലെങ്കിൽ സാമൂഹിക കുറ്റകൃത്യങ്ങൾ, ഉദാഹരണത്തിന് അൺടച്ചബിലിറ്റി, ഡൗറി, സതിയൊക്കെ പോലുള്ള സോഷ്യൽ ക്രൈംസ് പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തതിന്റെ പേരിൽ കോടതി ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അതുപോലെ ഗവൺമെന്റ് സർവീസിൽ നിന്ന് അഴിമതിയുടെ പേരിലോ ഡിസ്ലോയൽറ്റി ടു ദി സ്റ്റേറ്റിന്റെ പേരിലോ ഡിസ്മിസ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഇലക്ഷൻ എക്സ്പെൻസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യസമയത്ത് വെളിപ്പെടുത്താതിരിക്കുക. അതുപോലെ ഗവൺമെന്റ് കോൺട്രാക്റ്റുകളിലോ അല്ലെങ്കിൽ വർക്കുകളിലോ സർവീസുകളിലോ ഒക്കെ താല്പര്യം ഉണ്ടെന്ന് ഒരു കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെടുക. അതുപോലെ തന്നെ ഗവൺമെന്റിന് 25% അതിൽ കൂടുതലോ ഷെയർ ഉള്ള കമ്പനികളിൽ ഒരു ഡയറക്ടറായിട്ടോ മാനേജിങ് ഏജന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുക. ഇതെല്ലാം തന്നെ സഭാംഗങ്ങൾക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ കാര്യങ്ങളുടെ പേരിലാണ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റുക. ഈ കാര്യങ്ങളുടെ പേരിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 103 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡന്റിനാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഈ കാര്യത്തിലുള്ള തീരുമാനം ഫൈനൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് നോർമലി ഇന്ത്യൻ പ്രസിഡന്റ് ഈ കാര്യങ്ങൾ ചെയ്യുക.
ഇനി ഇത് കൂടാതെ ഡിഫെക്ഷന്റെ പേരിൽ, കൂറുമാറ്റത്തിന്റെ പേരിൽ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. 10th ഷെഡ്യൂളിനകത്താണ് ഡിഫെക്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഡിഫെക്ഷന്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്താണ് ഡിഫെക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി പോകുന്നില്ല. ഇനി അടുത്ത ടോപ്പിക്ക് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആണ്. സോ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത് 1914 തൊട്ട് ഇന്ത്യയിൽ നടത്തി വരുന്ന ഒരു സയൻസ് കോൺഫറൻസ് ആണെന്ന് മനസ്സിലാക്കുക. സോ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ആദ്യമായിട്ട് നടക്കുന്നത് 1914 ഇത് സംഘടിപ്പിക്കുന്നത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് അസോസിയേഷൻ അല്ലെങ്കിൽ ISCA എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയാണ്. ഈ ഇൻഡിപെൻഡന്റ് ബോഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിലാണ് ISCA പ്രവർത്തിക്കുന്നത്. ഇനി ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ബേസിക്കലി ചെയ്യുന്നത് ഈ സയൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾ, അതായത് വളരെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകളും റിസർച്ചേഴ്സും അവരെയും, അതുപോലെ തന്നെ ലബോറട്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ, റിസർച്ചേഴ്സ്, അതുപോലെ തന്നെ സയൻസ് ടീച്ചേഴ്സ്, സ്കൂളുകളിലെ സയൻസ് ടീച്ചേഴ്സ്, കോളേജുകളിൽ നിന്നുള്ള സയൻസ് പ്രൊഫസേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇവർക്കിടയിൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ററാക്ഷൻസും അതുപോലെ തന്നെ നോളജ് ഷെയറിങ്ങിനൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് ഈ സയൻസ് കോൺഗ്രസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ ആണ്. സോ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി റിബൽസ് ഉണ്ട്, അല്ലെങ്കിൽ അൻസാറുള്ള എന്ന് പറയുന്ന ഒരു മിലിറ്റന്റ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഡിമാൻഡ് ആയിരുന്നു ഈ ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ഇസ്രായേലിലേക്കുള്ള പ്രധാനപ്പെട്ട സീബോൺ ട്രേഡ് നടക്കുന്നത് റെഡ് സീയിലൂടെയാണ്. ഈ റെഡ് സീയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോക്ക് പോയിന്റ് ആണ് യമന്റെ അതിർത്തി പങ്കിടുന്ന ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഈ ഗൾഫ് ഓഫ് ഏദൻ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തിനെ റെഡ് സീയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു ബോട്ടിൽ നെക്ക് പോലത്തെ ഒരു പാസേജ് വേ ആണ്, ഒരു സ്ട്രൈറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ചോക്ക് പോയിന്റ് ആണ് ഈ ബാബൽ മന്ദേബ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാബൽ മന്ദേബ് സ്ട്രൈറ്റിലൂടെയും റെഡ് സീയിലൂടെയും ഗൾഫ് ഓഫ് ഏദനിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഇസ്രായേലി ഓണർഷിപ്പ് ഉള്ള ഷിപ്പുകൾക്കെതിരായിട്ട് ഇസ്രായേൽ ഗാസയിലുള്ള ആക്രമണങ്ങൾ നിർത്തിവെച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം നടത്തുന്ന അവർ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഗാലക്സി ലീഡർ പോലുള്ള പല ഷിപ്പുകളും യമനിലെ ഹൂത്തി റിബൽസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇസ്രായേലി ആക്രമണങ്ങൾ നിർത്താത്ത ഒരു പശ്ചാത്തലത്തിൽ ഹൂത്തീസ് ഈ ആക്രമണ ഭീഷണി മറ്റുള്ള ഷിപ്പുകൾ, അതായത് ഇസ്രായേലുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കച്ചവടം നടത്തുന്ന എല്ലാ ഷിപ്പുകളെയും ആക്രമിക്കുമെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഷിപ്പുകൾക്കെതിരായിട്ട് ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതോടുകൂടി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5ഓളം ഈ കൊമേഴ്ഷ്യൽ ഷിപ്പുകൾ ഹാൻഡിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട 5ഓളം കമ്പനികൾ റെഡ് സീയിലൂടെയുള്ള കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഓപ്പറേഷൻസ് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ അവർ റെഡ് സീയിലൂടെയുള്ള ഈ കൊമേഴ്ഷ്യൽ ഷിപ്പിംഗ് ഓപ്പറേഷൻ നിർത്തിവെക്കുന്ന സമയത്ത് അതിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് സീ ആണ് ഈ പറയുന്ന മെഡിറ്ററേനിയനുമായിട്ട് ഔട്ട്സൈഡ് വേൾഡിനെ കണക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി ഏഷ്യയിൽ നിന്നും ഒക്കെ പോകുന്ന ട്രേഡിനെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാട്ടർവേ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെഡ് സീനെ ബൈപ്പാസ് ചെയ്ത് പോകണമെങ്കിൽ പിന്നീട് ഈ ആഫ്രിക്കൻ മുനമ്പ് അല്ലെങ്കിൽ ഹോൺ ഓഫ് ആഫ്രിക്ക മുഴുവനായിട്ട് ചുറ്റിപ്പോകണം. അപ്പൊ ഇത് ഒരുപാട് ടൈം, അതായത് മൾട്ടിപ്പിൾ ടൈംസ് കൂടുതൽ എടുക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ എടുക്കുന്ന ഒരു ജേണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഷിപ്പിങ്ങിന്റെ കോസ്റ്റ് കൂടും, അത് സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് കാരണമാവും. അതുപോലെ തന്നെ ഈ സപ്ലൈ ചെയിനകത്ത് ഒരു ഡിസ്റപ്ഷൻ വരും. അതായത് നോർമലി ഒരു 10 ദിവസം കൊണ്ട് എത്തേണ്ട ഈ പറയുന്ന ഷിപ്പ് ബോൺ ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് 20-30 ദിവസം എടുക്കാൻ തുടങ്ങും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഡിലേസ് കാരണം പ്രൊഡക്ഷനൊക്കെ ഇത് ബാധിക്കും. അപ്പൊ ഇത്തരത്തിൽ മൊത്തത്തിൽ ഗ്ലോബൽ എക്കണോമിക്കകത്ത് ഇത് കാരണം വലിയ ഇതിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇത് ഒഴിവാക്കാനും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഈ റെഡ് സീ വഴി കടന്നു പോകുന്ന കൊമേഴ്ഷ്യൽ വെസൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അമേരിക്ക അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു നേവൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് ഈ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് US മാത്രമല്ല, US കൂടാതെ ഒരു 8ഓളം അഡീഷണൽ രാജ്യങ്ങളും കൂടി ചേരുന്ന ഒരു കോയിലിഷനാണ് ഈ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന ഓപ്പറേഷനകത്ത് പങ്കെടുക്കുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പ്രോസ്പെരിറ്റി ഗാർഡിയനകത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില അറബ് കൺട്രീസ് മെമ്പേഴ്സ് ആവുമെന്ന് ഇനീഷ്യലി പറയപ്പെട്ടിരുന്നെങ്കിലും ഇത് അനൗൺസ് ചെയ്ത സമയത്ത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ബഹ്റൈൻ എന്ന് പറയുന്ന അറബ് രാജ്യം മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ള പ്രധാനപ്പെട്ട അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAEയോ അല്ലെങ്കിൽ ഈജിപ്തോ ജോർദാനോ ഒന്നും തന്നെ ഇതില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു വൈഡർ ആംഗിളിൽ കാണുന്ന സമയത്ത് ഇപ്പോൾ ഈ ഇസ്രായേൽ ഹമാസ് വാർ തുടങ്ങിയ സമയത്തെ ചില എക്സ്പേർട്സ് പറഞ്ഞിരുന്നൊരു ഒരു വറിയിങ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിരുന്നു ഈ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രായേൽ പാലസ്തീൻ കോൺഫ്ലിക്റ്റ് മിഡിൽ ഈസ്റ്റിന്റെ മറ്റുള്ള റീജിയൻസിലേക്ക് വ്യാപിച്ചത് ഒരു റീജിയണൽ വാർ ആയിട്ട് മാറും എന്നുള്ളത്. അപ്പൊ അങ്ങനെ റീജിയണൽ വാർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഈ ഓയിൽ പ്രൊഡക്ഷനെയും അങ്ങനെയുള്ള എല്ലാ മേഖലകളെയും ബാധിക്കാനുള്ള സാധ്യത ഒരു വളരെ കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും. സോ അപ്പൊ അതിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട്
വരുന്നതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു റീജിയണൽ വാർ ആയിട്ട് സ്പ്രെഡ് ആവാനുള്ള ഒരു കാരണമായിട്ട് വേണമെങ്കിൽ, ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ സ്കൂൾസ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലെ സ്കൂളുകളിലുള്ള കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, കർണാടകയിൽ ഒരു സ്കൂളിലെ, അതായത് കർണാടകയിലെ ഒരു മൊറാർജി ദേശായി റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലെ ദളിത് വിദ്യാർത്ഥികളെ കൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും കൂടി ചേർന്ന് അവിടുത്തെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു വാർത്ത ഇപ്പോൾ റീസെന്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ദളിത് കമ്മ്യൂണിറ്റി പെടുന്ന, അല്ലെങ്കിൽ SC/ST കമ്മ്യൂണിറ്റി പെടുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ചും ഇഷ്യൂസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ SC/ST കമ്മ്യൂണിറ്റിക്ക് ഗവൺമെന്റ് സർവീസസിലുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇവർ ഗവൺമെന്റ് സർവീസസിൽ അണ്ടർ റെപ്രസെന്റഡ് ആണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ SC/ST OBC കമ്മ്യൂണിറ്റീസ് എന്നുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ്, അതായത് ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവസാനിപ്പിച്ച് അത് നിർത്തിപ്പോകുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം, SC/ST കമ്മ്യൂണിറ്റി എന്നുള്ള എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ തന്നെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതുപോലെ തന്നെ IITs, IIMs പോലത്തെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് പോയിട്ടുള്ള, ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ള SC/ST OBC കാറ്റഗറി പെടുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 13,000-ഓളം ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്കുള്ള ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനുള്ള ആക്സസ് വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ ആക്സസ് കുറവായതുകൊണ്ട് തന്നെ ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, എസ്പെഷ്യലി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ളവരുടെ റെപ്രസെന്റേഷനും കുറവാണ്. ഇപ്പോൾ 2015 തൊട്ട് 2019 വരെ IIT-കളിലേക്ക് നടന്നിട്ടുള്ള അഡ്മിഷൻസിന്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ IIT-കളിലേക്ക് നടന്നിട്ടുള്ള അഡ്മിഷനകത്ത് വെറും 9.1% മാത്രമാണ് SC കമ്മ്യൂണിറ്റിയിലുള്ളത്, 2.1% മാത്രമാണ് ST കമ്മ്യൂണിറ്റി എന്നുള്ളത്. അതായത് ഇവർക്ക് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകൾ പോലും ഫില്ലപ്പ് ചെയ്യാനുള്ള അത്ര ആൾക്കാർ പോലും ഇവിടങ്ങളിൽ എത്തുന്നില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഇവർ നേരിടുന്ന സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇവർ നേരിടുന്ന സോഷ്യൽ പ്രോബ്ലംസ്, സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസ്, അതുപോലെ തന്നെ ഡിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് SC/ST OBC കമ്മ്യൂണിറ്റി പെടുന്ന സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് സ്റ്റിഗ്മ. ഓക്കെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2014 തൊട്ട് 2021 വരെ ആത്മഹത്യ ചെയ്തിട്ടുള്ള 122ഓളം വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള. അതിനകത്ത് 24 പേര് ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിന്നും 41 പേര് മറ്റുള്ള ബാക്ക്വേർഡ് ക്ലാസ്സസിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതായത് ഡിസ്പ്രൊപ്പോർഷനേറ്റ്ലി കൂടുതൽ ആൾക്കാർ ഈ വിഭാഗത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ജനറേഷൻസ് ആയിട്ട് ഇവർ ഫേസ് ചെയ്ത് വരുന്ന ട്രോമയും ഇതിനൊരു കാരണമാണെന്ന് പറയുന്നുണ്ട്. ഇനി ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ലീഡ് ചെയ്യുന്ന ചില ഇനീഷ്യേറ്റീവ്സും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഒന്ന്, നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ്സ് ടു ഗേൾസ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അപ്പൊ ഈ സ്കീമിനകത്ത് പൊതുവിൽ എല്ലാ പെൺകുട്ടികൾക്കും ഇതിന് ആനുകൂല്യം കിട്ടുമെങ്കിലും ഇത് പ്രധാനമായിട്ടും SC/ST കമ്മ്യൂണിറ്റി എന്നുള്ള പെൺകുട്ടികളെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മറ്റൊന്ന്, റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈ സ്കൂൾസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ്, അല്ലെങ്കിൽ ശ്രേഷ്ഠ സ്കീമാണ്. ഈ സ്കീം അനുസരിച്ച് SC കാറ്റഗറി പെടുന്ന സ്റ്റുഡൻസിന് ക്വാളിറ്റി സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്കീമിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. അത് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ST കാറ്റഗറി പെടുന്ന കുട്ടികൾക്കുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ ആശ്രം സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇത്തരത്തിൽ SC/ST കാറ്റഗറി, എസ്പെഷ്യലി ഈ ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൈമറി, മിഡിൽ, സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവലിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന ഒരു സ്കീമാണ് ആശ്രം സ്കൂൾ സ്കീം. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള അഫർമേറ്റീവ് ആക്ഷൻസ്, ഇപ്പോൾ റിസർവേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് പറയാം. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ഇൻ ന്യൂസ് ആണ്. അത് ഐസ്ലാൻഡ് ആണ്. സോ ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു നോർഡിക് കൺട്രിയാണ്. ഇത് ബേസിക്കലി ആർട്ടിക് ഓഷനും അറ്റ്ലാന്റിക് ഓഷനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നോർഡിക് കൺട്രിയാണ്. അതുപോലെ തന്നെ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിൽ, നമ്മുടെ ഓഷ്യാനിക് റിഡ്ജസിന്റെ ഭാഗമായിട്ടുള്ള മിഡ് അറ്റ്ലാന്റിക് റിഡ്ജിന്റെ ഒരു ഭാഗത്തായിട്ടാണ്, അല്ലെങ്കിൽ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് കടന്നു പോകുന്നത് ഐസ്ലാൻഡിലൂടെയാണ്. ഇവരുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ഈ ഐസ്ലാൻഡിന്റെ അടുത്തുകൂടിയാണ് ഗൾഫ് സ്ട്രീം കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഐസ്ലാൻഡ് ഒരു പോളാർ റീജിയന്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു പോളാർ ക്ലൈമറ്റ് അല്ല അവിടെ ഉള്ളത്. ഈ ഗൾഫ് സ്ട്രീമിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ് അവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.